പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ബുധനാഴ്ച ദിനം നോക്കിയേ, നാളെ നമ്മുടെ വൺ ഡേ ശുശ്രൂഷ, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് തകർന്നടിഞ്ഞ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷയുടെ 7 ആഴ്ചകളിലെ 2ാമത്തെ ആഴ്ചയാണ്. അപ്പോൾ ശരിക്കും പ്രാർത്ഥിച്ചൊരുങ്ങി ഒരുപാട് കുടുംബങ്ങൾ ശരിക്കും അവരുടെ ബിസിനസ് മേഖലയിൽ, തൊഴിൽ മേഖലയിലൊക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാര്യം ഈ കാലയളവിൽ പ്രിയ സഹോദരങ്ങളെ ശരിക്കും അനേകം കുടുംബാംഗങ്ങളിൽ നിന്ന് അറിയാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രത്യേക ശുശ്രൂഷകൾ നമ്മൾ വെച്ചിട്ടുള്ളത്. യേശു ആത്മീയമായിട്ട് മാത്രമല്ല ഭൗതികമായും നമ്മെ അനുഗ്രഹിക്കാൻ. പക്ഷേ നമ്മൾ ശരിക്കും അങ്ങനെയുള്ള ശുശ്രൂഷകൾക്ക് വില കൊടുത്ത്, അതായത് ആ 12 മണിക്ക് കുർബാനയുടെ സമയത്തല്ല, വരാൻ സാധിക്കുന്നവർ ഒരു 9 മണിയോട് കൂടി 9:10 പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത് ബലി അർപ്പിച്ച് ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വരുമാന മാർഗ്ഗങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും സഹോദരങ്ങളെ. ഹല്ലേലൂയ. അതുപോലെ കുട്ടികളുടെ ധ്യാനം നാളെ 4 മണിക്ക് തുടങ്ങുന്നുണ്ടോ. ആർമി ഓഫ് ജീസസ് ബാച്ച് 10 10ാമത്തെ റിട്രീറ്റാണ് ആർമി ഓഫ് ജീസസിലെ. കഴിഞ്ഞ ശുശ്രൂഷ വലിയൊരു അഭിഷേകമായിരുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർത്തേക്കണം കേട്ടോ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് നമ്മുടെ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടൊരു വചനമാണ്. അത് വെളിപാട് പുസ്തകം 16:9 വചനം വെളിപ്പെടുത്തുകയാണ്. അത്യുഷ്ണത്താൽ മനുഷ്യർ വെന്തെരിഞ്ഞു. പ്രിയ സഹോദരങ്ങൾ, എന്താ ചൂട് അല്ലേ. വചനം പറയണം, അത്യുഷ്ണത്താൽ മനുഷ്യർ വെന്തെരിഞ്ഞു. ആ മഹാമാരികളുടെ മേൽ അധികാരമുണ്ടായിരുന്ന ദൈവത്തിൻ്റെ നാമം അവർ ദുഷിച്ചു. അതായത് ഈ പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ദൈവത്തെ ദുഷിച്ചു. അവർ അനുദപിക്കുകയോ അവിടുത്തെ മഹത്വപ്പെടുത്തുകയോ ചെയ്തില്ല. അപ്പോൾ ഇതുപോലെ വെന്തുരിയുന്ന ഈ കാലാവസ്ഥയൊക്കെ കൈവിട്ട് പോവുകയാണല്ലോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് പോലും ആ ദൈവത്തെ മാനിക്കുന്നതിൽ ദൈവജനം പരാജയപ്പെട്ടു. വെളിപാട് 16:19 വേണമെങ്കിൽ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിരിക്കും കേട്ടോ. ശരിക്കും വചനം ഒന്ന്, കർത്താവേ ഈ വചനത്തിൻ്റെ ഒരു ഉൾപ്പൊരുൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അതൊരു അനുഗ്രഹമായിട്ട് മാറും. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, വചനത്തിൻ്റെ അധികാരത്തിൽ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ മുദ്ര ചെയ്യുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.